നല്ലൊരു സദ്യ. സദ്യ നല്ലൊരു സദ്യ വായിച്ചു നോക്ക്. അപ്പൊ കൊല്ലം മൺട്രോത്തുരുത്തിലെ എസ് വളവിലാണ് രുചിയുടെ കേന്ദ്രമായ ജയ് ജവാൻ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉള്ളത്. ആ ഹോട്ടലിൽ ഒരു പ്രത്യേകതയുണ്ട്. നല്ല സദ്യ ആണല്ലേ? കായലോര സദ്യ കഴിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കണ്ടുവരാം. കൊല്ലത്തെ കായലും കടലും അതിലെ മത്സ്യങ്ങളുടെയും വിഭവങ്ങൾ നമ്മൾ പലകുറി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചതാണ്. ഇന്ന് ഒരു വ്യത്യസ്തമായ സദ്യയാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അഷ്ടമുടി കായലിലെ മത്സ്യങ്ങളുടെ സദ്യ, ഒരു കായൽ സദ്യ. അത് കഴിക്കാനാണ് മറ്റെങ്ങുമല്ല, മൺട്രോത്തുരുത്തിലെ എസ് വളവിലുള്ള നമ്മുടെ ഒരു പഴയ പട്ടാളക്കാരൻ ചേട്ടൻ്റെ കടയാണ്. ബാ, നമുക്ക് പോയി കഴിക്കാം. അഷ്ടമുടിയുടെ ഓളപ്പരപ്പുകളോട് ചേർന്ന് കണ്ടൽ വനങ്ങളാൽ നിബിഡമായ പ്രകൃതി സുന്ദരമായ പ്രദേശമാണ് മൺട്രോത്തുരുത്ത്. സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികളുടെ ഇഷ്ടഭൂമി. അഷ്ടമുടിക്കായലിൽ മീൻ വിഭവങ്ങളുടെ രുചിയൂറാൻ നാവിലെ മുകുളങ്ങൾ പോരാതെ വരുമെന്നാണ് ചൊല്ല്. മൺട്രോത്തുരുത്തിലെ അത്തരമൊരിടമാണ് എസ് വളവിലെ പട്ടാളക്കാരനായിരുന്ന ദീപു അണ്ണന്റെ ജയ് ജവാൻ കട. നമ്മളേതാണ്ട് ഇവിടേക്ക് വിളിച്ചത് നമ്മുടെ മൺട്രോത്തുരുത്തുള്ള സൈത്താണ് ഈ കട നമുക്ക് പരിചയപ്പെടുന്നത്. സൈത്തിന്റെ വിശ്വാസത്തിന് പുറത്താണ് അവിടെ ഈ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് നമ്മൾ ഈ കട പരിചയപ്പെടുന്നത്. 100% വിശ്വസിക്കാം. നമ്മുടെ ദീപു ചേട്ടൻ ഒരു പട്ടാളക്കാരനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ഗസ്റ്റുകളെ അതേ രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. പഴയ പട്ടാളക്കാരനായതുകൊണ്ടല്ലയോ? അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കും. സ്വാദുണ്ട്, നല്ല ടേസ്റ്റ്. ഉറപ്പാണ്. നമുക്ക് പരീക്ഷിക്കാമല്ലോ. ഇപ്പം സൈത്ത് അതോടെ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. കാറിന്റെ ദിശയിൽ പറന്നുയരുന്ന മസാലക്കൂട്ടുകളുടെ ഗന്ധം വല്ലാതെ കൊതിപ്പിക്കും. വായിൽ കപ്പലോടുമെന്ന് നിസ്സംശയം പറയാം. നമസ്കാരം. പട്ടാളത്തിലൊക്കെയായിരുന്നു? 19 വർഷം. പിന്നീട് ഈ കടയിലേക്കുള്ള ആശയം എങ്ങനെയാണ്? കടലിലെന്ന് വെച്ചാൽ ഞാൻ 3 വർഷമായി ഇപ്പോൾ തുടങ്ങിയിട്ട്. നല്ല മൺട്രോത്തുരുത്തുകാരൻ തന്നെയാണോ? മണ്ഡലത്തിൽ പട്ടംതിരുത്ത് പാട്ട് 3 വർഷത്തിലേറെ ആയി ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട്. ഫുഡിന് നമ്മൾ കംപ്ലൈന്റ് ഇല്ല. കോംപ്രമൈസ് ഇല്ലാത്ത ഫുഡാണ്. നല്ല ഫുഡ് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് കയറി കണ്ടാലോ? കരിമീൻ പൊള്ളിച്ചത്, താറാവ് റോസ്റ്റ്, തലക്കറിയും ചെമ്മീൻ ഫ്രൈയും, ഞണ്ട് റോസ്റ്റും മീൻകറിയും കല്ലുമക്കായും, കക്കത്തോരനും കപ്പ വേവിച്ചതും തുടങ്ങി മീൻ വിഭവങ്ങളുടെ നീണ്ട നിര. അങ്ങനെ നമ്മൾ ഓരോ വിഭവങ്ങളിലേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ? ഇത് കണവ റോസ്റ്റ്, പോർക്ക്, തലക്കറി, നെമ്മീൻ തലക്കറി, കക്കാത്തോരൻ, കേരക്കറി, ബീഫ് കറി, സെമി ഗ്രേവി, ഞണ്ട് റോസ്റ്റ്, അഷ്ടമണിക്കായല്ല ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൊഞ്ച് ഫ്രൈ, കരിമീൻ ഫ്രൈ. ഇത് എല്ലാ ദിവസവും മുതൽ ഇവിടെ കിട്ടും? എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും. എന്താണ് നമ്മുടെ ഈ രുചിക്കൂട്ടിന്റെ പ്രത്യേകത? എന്താ? എല്ലാം മസാലകളെല്ലാം നമ്മൾ തന്നെ പൊടിക്കുക. പിന്നെ കേര വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ, കേര വെളിച്ചെണ്ണ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അമ്മമാരുടെ കൈപ്പുണ്യം എല്ലാം ലേഡീസാണ്. 6 അമ്മമാരുടെ കൈപ്പുണ്യമാണ് ഇവിടുത്തെ വിഭവങ്ങളുടെ രുചിക്കൂട്ട്. വീട്ടിൽ എങ്ങനെയാണോ ആഹാരം പാചകം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ചെയ്യുന്നത്. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ രീതിയിലും വൃത്തിയായിട്ടും, പിന്നെ പൊടികളെല്ലാം ഞങ്ങൾ തന്നെ പൊടിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഈ എണ്ണയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേരയുടെയോ പാരച്ചൂട്ടിന്റെ എണ്ണ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കും. പിന്നെ ഒരിക്കൽ എത്ര സാധനം ഉണ്ടാക്കിയാലും 2 കിലോ എണ്ണ ഒഴിച്ച് ചെയ്താലും ആ എണ്ണ നമ്മൾ ഒരിക്കലും വീണ്ടും ഉപയോഗിക്കത്തില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഇവിടുത്തെ ആഹാരം എന്നും കഴിക്കുന്നത്. ദിനംപ്രതി ലഭിക്കുന്ന കായൽ മത്സ്യങ്ങൾ വൃത്തിയാക്കി നാടൻ മസാലകൾ ചേർത്ത് തീൻമേശകളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. എനിക്ക് കിട്ടിയിരിക്കുന്നത് ചട്ടിച്ചോറാണ്. ചട്ടിച്ചോറിൽ ഒരുപാട് ഐറ്റം ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ട എല്ലാ ഡിഷസും ഉണ്ട്. അപ്പം ഒരു വ്യത്യസ്തത കണ്ടത്
ഒരു തൈരിനൊപ്പം നല്ല തൈര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇങ്ങനെ കഴിക്കുമെന്നുള്ള കാര്യത്തിൽ അത്ഭുതം. രുചിയേറും മീൻ വിഭവങ്ങൾ ചേർത്തുള്ള ഉച്ചയൂണ് അനുഭവം അത് നാവിൽ എക്കാലവും നിലനിൽക്കുന്നതാണ്. ഭക്ഷണം സൂപ്പർ എന്ന് സ്വദേശികളും വിദേശികളും ഒരുപോലെ പറയുന്നു. And the food here in JJ House was really great. I have a prawn, nice with a curry and the rice, beautiful. Very good, very tasty, and good for us as well as a Western. It was not too spicy because sometimes we go to places it's very spicy for us. എനിക്ക് കല്ലുമ്മക്ക ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ വെച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പുള്ളിക്കാരിക്ക് കരിമീൻ ഇഷ്ടമാണ്. അത് വെച്ചാണ്. ചൊവ്വാഴ്ച അവധിയാണ്. മറ്റെല്ലാ ദിവസവും ഉച്ചയ്ക്ക് 11 മുതൽ 3 മണി വരെയാണ് ഊണിന്റെ സമയം. പക്ഷേ പലപ്പോഴും 1 മണിക്ക് തന്നെ ഊണ് തീർന്നു പോകാറുണ്ട്. കൊല്ലം മൺറോത്തുരുത്തിലെ എസ് വളവിലാണ് ഈ രുചിയുടെ കേന്ദ്രമായ ജയ് ജവാൻ ഹോട്ടൽ. ഗംഭീര ഫുഡ്, ഒരു രക്ഷയില്ല. മസ്റ്റായിട്ട് മൺറോത്തുരുത്തൊക്കെ വരുന്നവർ കയറി കഴിക്കേണ്ട ഒരു കടയാണ്. ഈ കടയ്ക്ക് ഒരു തവണയെങ്കിലും നിങ്ങൾ കഴിച്ചു നോക്കണം. ജയ് ജവാൻ. അത് നമ്മൾ മറ്റൊന്നും പറയല്ല, വീട്ടിൽ അതേ രുചിയിൽ വളരെ ടേസ്റ്റിയായി പ്രത്യേകിച്ചുമാരുണ്ടാക്കുന്ന ഫുഡാണ്. നന്നായി, നല്ല തിരക്കുമാണ്. വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ശനി ഞായർ ദിവസങ്ങളിൽ പരമാവധി ഒഴിവാക്കുക. കാരണം അത്രത്തോളം തിരക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരൻ കൂടിയ നമ്മുടെ പ്രാദേശിക ലേഖൻ കൂടിയ സൈത്ത് എന്നോട് വർഷം പറഞ്ഞത്. ഏതായാലും എല്ലാവരും വന്ന് മസ്റ്റായി കഴിക്കുക. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ അരുൺ സാറിനൊപ്പം അരുൺ ക്യാസ് 24.